സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. റീസെൻ്റ് ആയിട്ട് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ ഡെർബി ഉണ്ടായിരുന്നു. അതിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാഞ്ചസ്റ്റർ സിറ്റിയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു അത്. ആ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഹാഫ് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ യുണൈറ്റഡിൻ്റെ ബോൾ കൈവശം വെക്കാൻ കിട്ടിയിട്ടുള്ളത് 28% മാത്രമാണ്. ബാക്കി 72% സിറ്റിയുടെ കയ്യിലായിരുന്നു ബോൾ ഉണ്ടായിരുന്നത്. മാച്ച് ടോട്ടലി നോക്കുമ്പോഴും 32% ബോൾ പോസിഷൻ മാത്രമാണ് യുണൈറ്റഡിനുള്ളത്. പക്ഷേ സ്റ്റിൽ ഒരു ഗോൾ പോലും തിരിച്ചു വഴങ്ങാതെ, നല്ല പോഷൻ കളിച്ച് അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന സിറ്റിക്കെതിരെ ഒരു ഗോൾ പോലും വഴങ്ങാതെയാണ് 2 ഗോളിന്റെ വിജയം യുണൈറ്റഡ് നേടിയെടുത്തത്. സോ എല്ലായ്പ്പോഴത്തെയും പോലെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെ എന്നുള്ളതാണ്. സോ നമ്മളൊരു മാച്ച് കണ്ടിരുന്നു, നമ്മൾ ഒന്നുകൂടി റിപ്പീറ്റ് ആയിട്ട് ആ ഒരു മാച്ച് കണ്ടു. അതിനുശേഷം എനിക്ക് കണ്ടെത്താൻ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ യുണൈറ്റഡ് മെയിൻറ്റെയിൻ ചെയ്ത പേപ്പറിലെ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത് 4-2-3-1 ആണ്. പക്ഷേ അവരെ ഹെൽപ്പ് ചെയ്തത്, ഈ ഒരു മാച്ചിൽ വിൻ ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്ത ആ ഒരു ഷേപ്പ്, ഡിഫൻസീവ് ഷേപ്പ് എന്ന് പറയുന്നത് 4-4-2 ആണ്. പല സമയത്തും സിറ്റി ബിൽഡപ്പ് ചെയ്യുമ്പോൾ, സിറ്റി ബാക്കിൽ നിന്ന് പന്ത് കൈവശം വെക്കുമ്പോൾ ഒരു 4-4-2 ഷേപ്പാണ് നമ്മൾ കാണുന്നത്. ആൻഡ് ഇവിടെ ഈ 4-4-2 ഷേപ്പിൽ ഫ്രണ്ടിൽ കളിക്കുന്ന ഒരു 6 പേര്, ഏറ്റവും ഫ്രണ്ടിലായിട്ട് പാരലലി വരുന്ന രീതിയിൽ സ്ട്രൈക്കറും അതുപോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസ് ഉണ്ടായിരുന്നു. അവർക്ക് പിന്നിലായിട്ട് ഒരു ഡബിൾ പിവറ്റായിട്ട് അല്ലെങ്കിൽ പാരലലി തന്നെ കാസിമേറോനെയും കോബി മൈനോയും കാണുന്നുണ്ട്. പിന്നെ വിങ്ങിലായിട്ട് 2 പേര്, ലെഫ്റ്റിൽ ഡോർഗും അതുപോലെ തന്നെ റൈറ്റിൽ അമാദും. ഈ 6 പേരാണ് ശരിക്കും സിറ്റിയെ പൂട്ടിയതെന്ന് പറയാം. മാഞ്ചസ്റ്റർ സിറ്റി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പോസിഷൻ വെക്കാൻ ഇഷ്ടപ്പെടുന്ന, പന്ത് കൈവശം വെക്കാൻ ഇഷ്ടപ്പെടുന്ന, ബാക്കിൽ നിന്ന് ബിൽഡപ്പ് തുടങ്ങുന്ന ഒരു ടീമാണ്. അവരുടെ ഒരു രീതി തന്നെ ബാക്കിൽ പോസിഷൻ വെച്ച് പ്രോഗ്രസീവ് പാസുകളുമായിട്ട് അകത്തേക്ക് പോയി ഗോൾ സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവിടെ യുണൈറ്റഡ് ചെയ്തൊരു കാര്യം, സ്മൂത്തായിട്ട് ഈസി ആയിട്ട് ബിൽഡപ്പ് ചെയ്യാൻ സിറ്റി അനുവദിക്കാതിരിക്കുക. ആൻഡ് ആ ബിൽഡപ്സ് ഒന്നും ഇപ്പുറത്തെ ഹാഫ് വരെ എത്തിക്കാതിരിക്കുക. അങ്ങനെ ആ എത്തുന്നതിന് മുൻപേ തന്നെ റിക്കവർ ചെയ്യാനുള്ള ശ്രമങ്ങൾ പല സമയത്ത് നടക്കുന്നുണ്ട്. അത് ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലൊക്കെ ആയിട്ട് ഒരുപാട് സമയങ്ങളിൽ വിജയത്തിലേക്കും വരുന്നുണ്ട്. ആൻഡ് എങ്ങനെയാണ് അത് വിജയത്തിലേക്ക് വന്നത് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. സോ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ടിൽ 2, അവർക്ക് പിറകിലായിട്ട് 2, പിന്നെ വിങ്ങിൽ ഓരോ ആൾക്കാർ വീതം. ഈ 6 പേരാണ് ശരിക്കും നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെ ഫ്രണ്ടിലായിട്ട് സ്ട്രൈക്കറായിട്ടുള്ള എംബേമും അതുപോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസും ആ ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് പാസിംഗ്. പല സമയത്തും ഈ സിറ്റി ബിൽഡപ്പ് ചെയ്യുന്നത് ഒരു 3 മെൻ ബിൽഡപ്പ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അവർക്ക് ഫ്രണ്ടിലായിട്ട് റോഡ്രിയെ കാണാം. റോഡ്രിയാണ് പല സമയത്തും ആ ഒരു ബിൽഡപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതും വിങ്ങിലേക്ക് സപ്ലൈ ചെയ്യുന്നതൊക്കെ. ആൻഡ് ഈ റോഡ്രിയിലേക്ക്, അല്ലെങ്കിൽ റോഡ്രി അല്ല, അവിടെ ആര് സെന്ററിലേക്ക് വന്നാലും ആ സെന്റർ വഴി ഒരു പാസിംഗ് ലൈൻ ഉണ്ടാവാതിരിക്കാൻ, സെന്റർ ബാക്സിൽ നിന്ന് ഡയറക്റ്റ് ഒരു പാസിംഗ് ലൈൻ ഉണ്ടാവാതിരിക്കാൻ ഈ 2 പേരും ചേർന്ന് പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് പിറകിലായിട്ട് ഈ പറഞ്ഞ കസിമേറോയും അതുപോലെ തന്നെ മൈനോയും വരുമ്പോൾ അവിടെ ഒരു ലോക്ക്, ഒരു 4-മെൻ സ്ക്വയർ ഷേപ്പ് നമ്മൾ കാണുന്നുണ്ട്. ആ സെന്ററിൽ ആര് വന്നാലും, ഇനി അങ്ങോട്ട് ഒരു പാസ് വന്നാൽ പോലും പെട്ടെന്ന് അവർക്ക് തിരിഞ്ഞ് റൺ ചെയ്യാനോ പാസ് കൊടുക്കാനോ പറ്റാത്ത വിധത്തിൽ ഒരു 4 സൈഡിൽ നിന്നുള്ള ഒരു ലോക്കാണ് ഈ 4 പേര് ചേർന്ന് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട പെർഫോമൻസ് ഈ ഒരു മാച്ചിൽ വന്നത് കാസിമേറോയുടേതാണ്. പല സമയത്തും ഈ സെന്ററിൽ നിന്നുള്ള ഒരുപാട് റിക്കവറീസ്, സ്ലൈഡിംഗ് ടാക്കിൾസ്, ബ്ലോക്സ്, ഇന്റർസെപ്ഷൻസ്, അത്തരത്തിലുള്ള മൂവ്മെന്റ്സ് കൊണ്ട് ഒരുപാട് സമയങ്ങളിൽ യുണൈറ്റഡിന് പന്ത് റീഗെയിൻ ചെയ്യാൻ, ആ മിഡിൽ വെച്ചിട്ട് പന്ത് റീഗെയിൻ ചെയ്യാൻ കാസിമേറോയുടെ എഫേർട്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അവർ ആ ഫസ്റ്റ് ലൈൻ കഴിഞ്ഞു, ബിൽഡപ്പ് കഴിഞ്ഞു, ഡിഫൻസീവ് തേർഡിൽ എത്തിയാൽ പോലും അവിടെയും ഈ പറഞ്ഞ പോലെ ആ ഒരു ബോക്സിന് ഫ്രണ്ടിലായിട്ട് പ്ലെയറിന് ഈസി ആയിട്ട് പോകാനോ ഈസി ആയിട്ട് പാസ് കൊടുക്കാനോ ഒന്നും കാസിമേറോ സമ്മതിച്ചിട്ടില്ല. ആ സെന്ററിലൂടെയുള്ള പാസിംഗ് ലൈൻ കട്ട് ചെയ്യാനും അങ്ങോട്ട് വരുന്ന പന്തുകൾ റിക്കവർ ചെയ്യാനും പരമാവധി കാസിമേറോ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി വിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സിറ്റുവേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ തുടക്കം തന്നെയുള്ള സിറ്റിയുടെ ഒരു ബിൽഡപ്പാണ്. അവിടെ ഈ പറഞ്ഞ പോലെ റോഡ്രി കൃത്യമായ രീതിയിൽ ആ 4 പേർക്ക് നടുവിലായിട്ടാണ് നിൽക്കുന്നത്. സോ അങ്ങോട്ടേക്ക് ഒരു പാസിംഗ് ഓപ്ഷൻ ഇല്ല. ഇനി അങ്ങോട്ട് ഒരു പാസിംഗ് ഓപ്ഷൻ കൊടുത്താൽ തന്നെ റോഡ്രിക്ക് അത് മാനേജ് ചെയ്യാൻ, ആ പന്ത് കീപ്പ് ചെയ്യാനോ പാസ് കൊടുക്കാനോ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. 4 സൈഡിൽ നിന്നും പ്രസ് വരും. അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷനിൽ വൈഡിലേക്ക് പോകുന്നത് കാണാം. വൈഡിലേക്ക് പോകുമ്പോൾ ഒരു ഫുൾ ബാക്കിന്റെ എക്സ്ട്രാ സപ്പോർട്ട് അവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ വിങ്ങർ അവിടെ പ്രസന്റ് ആണ്. ആ പാസ് കൃത്യമായതിൽ കളിക്കാൻ പറ്റാതെ ഫെയിൽ ആവുന്നത് കാണാം. മറ്റൊരു സിറ്റുവേഷൻ ഇതേപോലെ തന്നെ ബാക്കിൽ നിന്ന് ബിൽഡപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ സെൻട്രൽ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് വിങ് വഴി വീണ്ടും സിറ്റി ബിൽഡപ്പിന് ശ്രമിക്കുന്നുണ്ട്. അവിടെ ഈ പറഞ്ഞ ലെഫ്റ്റ് സൈഡിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ലെഫ്റ്റ് സൈഡിലെ വിങ്ങർ പാട്രിക് ഡോർഗു ഉണ്ട്. അദ്ദേഹം ആ ഒരു വിങ് അറ്റാക്ക് ചെയ്യുന്നതും പ്രസ് ചെയ്യുന്നതും പന്ത് റിക്കവർ ചെയ്യുന്നതും വീണ്ടും അത് ഒരു യുണൈറ്റഡ് അറ്റാക്ക് ആയിട്ട് മാറുന്നത് കാണാം. സോ ഇവിടെ ചുരുക്കി പറയുകയാണെങ്കിൽ സെന്ററിലൂടെ പോകാനുള്ള ഒരു പ്രൈമറി ഓപ്ഷൻ ഈ 4 പേര് ചേർന്ന് നടക്കുന്നുണ്ട്. അങ്ങോട്ട് വരുമ്പോൾ ആ ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് പാസിംഗ് ഈ 2 പേര് ചേർന്ന് കട്ട് ചെയ്യുന്നതും അങ്ങോട്ട് പാസ് വന്നാൽ തന്നെ കാസിമേറോയുടെയും അതുപോലെ തന്നെ മൈനോയുടെയും ഇന്റർസെപ്ഷൻസും റിക്കവറീസ് നമുക്ക് കാണാം. ഇനി വൈഡിലേക്ക് ബിൽഡപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഒരു വൈഡിലേക്ക് പാസ് വരുമ്പോൾ തന്നെ അറ്റാക്ക് ചെയ്യാൻ, പ്രസ് ചെയ്യാൻ ഈ 2 വിങ്ങേഴ്സ് ഉണ്ട്. അവർ ആ റിക്കവർ ചെയ്യുന്നതും അങ്ങനെ പന്ത് അപ്പുറത്തേക്ക് എത്തുന്നത് കാണാം. സോ ഇങ്ങനെ ഒരു വിധപ്പെട്ട സിറ്റുവേഷൻസിലെല്ലാം സിറ്റിയെ സ്മൂത്തായിട്ട് ബിൽഡപ്പ് ചെയ്യാൻ അനുവദിക്കാതെ, മുന്നോട്ടേക്ക് വരാൻ അനുവദിക്കാതെ, ആ ഒരു മിഡിൽ വെച്ചിട്ട് തന്നെ റിക്കവർ ചെയ്യാൻ പരമാവധി സമയത്ത് യുണൈറ്റഡിന് സാധിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ റിക്കവർ ചെയ്തുകൊണ്ട് മാത്രം പരിപാടി കഴിഞ്ഞില്ല. പിന്നെയാണ് ഏറ്റവും എഫക്റ്റീവ് ആയുള്ള സ്റ്റെപ്പ് വരുന്നത് കൗണ്ടർ അറ്റാക്ക്. ഒരുവിധപ്പെട്ട സിറ്റുവേഷൻസിലെല്ലാം യുണൈറ്റഡ് ഈ ഒരു മാച്ചിൽ അറ്റാക്കിംഗ് സ്ട്രാറ്റജി ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് കൗണ്ടർ അറ്റാക്സ് ആണ്. ഈ രീതിയിൽ മിഡിൽ വെച്ചിട്ട് പന്ത് റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 6 പേരെ തന്നെ അറ്റാക്കിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും യുണൈറ്റഡിന് സാധിക്കും. ഫ്രണ്ടിൽ ഈ പറഞ്ഞ പോലെ സ്ട്രൈക്കറും ഈ പറഞ്ഞ പോലെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ബ്രൂണോ ഫെർണാണ്ടസും ഉണ്ടാവും. വിങ് ഓപ്ഷൻസ് ആയിട്ട് 2 വിങ്ങിലും ഈ പറഞ്ഞ പോലെ വിങ്ങേഴ്സ് ഓവർലാപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ പാസിംഗ് ഓപ്ഷൻ ഉണ്ടാവും. ഡബിൾ പിവറ്റ് ആയിട്ടുള്ള കാസിമേറോയ്ക്കും മൈനോയ്ക്കും മുന്നോട്ട് കയറി വരാം, അല്ലെങ്കിൽ അവർക്ക് പാസ്
പാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, അവർക്ക് പാസ് രണ്ട് വിങ്ങിലേക്കും ഫ്രണ്ടിലേക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻസും വരുന്നുണ്ട്. കുറച്ച് എക്സാമ്പിൾസിലേക്ക് വരാം. ഈ ഒരു മൂവ്മെന്റിലേക്ക് വരുമ്പോൾ ഇവിടെ യുണൈറ്റഡ് പന്ത് റിക്കവർ ചെയ്യുമ്പോൾ പിന്നെ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് വരുന്നത് റൈറ്റിലുള്ള ആ ഒരു വിങ്ങറാണ്. ആ ഒരു വിങ്ങറാണ് പന്ത് റിക്കവർ ചെയ്ത് മുന്നോട്ട് കയറി പോകുന്നത്. അതേം ആ ഒരു കൗണ്ടർ അറ്റാക്ക് മാനേജ് ചെയ്തത് പന്ത് മുന്നോട്ടേക്ക് എത്തിക്കുന്നതും കാണാം. മറ്റൊരു സിറ്റുവേഷനിൽ ഇതേപോലെ തന്നെ യുണൈറ്റഡ് പന്ത് റിക്കവർ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ സ്ട്രൈക്കർ ഓൾറെഡി അവിടെ ഉണ്ട്. ആ സ്ട്രൈക്കറിനൊപ്പം ഒരു എക്സ്ട്രാ ഓപ്ഷൻ ആയിട്ട് റൈറ്റ് വിങ്ങിൽ മറ്റൊരു വിങ്ങർ ആയിട്ടുള്ള അമാദ് അവൈലബിൾ ആയിട്ടുള്ള കാണാം. അങ്ങോട്ടേക്ക് ഒരു ലോങ് ബോൾ വെച്ചിട്ട് വീണ്ടും ഈ ഒരു റൈറ്റിലെ വിങ്ങറെ വെച്ച് യുണൈറ്റഡ് ഒരു കൗണ്ടർ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. മറ്റൊരു സിറ്റുവേഷനിൽ ഈ പറഞ്ഞ സെൻട്രലിൽ വെച്ച് റിക്കവർ ചെയ്യുന്ന ഒരു പന്താണ്, കാസിമേറോ എടുക്കുന്ന ഒരു പന്താണ്. ആൻഡ് കാസിമേറോ ഒരു പന്ത് എടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ടിലെ ഓപ്ഷൻ കാണാം, വൈഡിൽ രണ്ട് സൈഡിലും രണ്ട് ഓപ്ഷൻസ്. ഈ പറഞ്ഞ പോലെ ലെഫ്റ്റ് സൈഡിലും ഒരു വിങ്ങർ ഉണ്ട്, റൈറ്റ് സൈഡിലും ഒരു വിങ്ങർ ഉണ്ട്. ഇത്തവണ യുണൈറ്റഡ് കളിക്കുന്നത് ലെഫ്റ്റ് സൈഡിലേക്കാണ്. ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ത്രൂ വലിച്ച് ലെഫ്റ്റ് സൈഡിലെ വിങ്ങറായുള്ള ഡോർഗുനെ കണ്ടെത്തി അതേമാതിരി പന്ത് അറ്റാക്കിൽ സൈഡിലേക്ക് അല്ലെങ്കിൽ കൗണ്ടർ അറ്റാക്കി മാറ്റുന്നതാണ്. ഈവൻ ആ ഒരു ഗോൾ വരുന്ന സിറ്റുവേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ പോലും അതൊരു കുറച്ചുകൂടി എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആയിരുന്നു യുണൈറ്റഡിന്. ഒരു സെറ്റ് പീസ് സിറ്റുവേഷൻ ആണ്, ഫ്രീ കിക്ക് ആണ്. സിറ്റിയുടെ ഒട്ടുമിക്ക പ്ലേയേഴ്സും യുണൈറ്റഡിന്റെ ഹാഫിലാണ്. ആൻഡ് കൃത്യമായതിൽ ഇന്റർസെപ്ഷൻ ആ ഒരു ഫ്രണ്ടിലെ പ്ലേയേഴ്സിലേക്ക് എത്തുന്നുണ്ട്. അവിടെ ഈ പറഞ്ഞ സ്ട്രൈക്കറും ബ്രൂണോ ഫെർണാണ്ടസും ചേർന്നിട്ടാണ് ആ ഒരു കൗണ്ടർ ഓർഗനൈസ് ചെയ്യുന്നത്. പക്ഷേ സ്റ്റിൽ നമുക്ക് അവിടെ കാണാം ഒരു വിങ്ങർ അവിടെ അപ്പോഴും അവൈലബിൾ ആണ്. റൈറ്റിൽ അമാദ് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ആ ഓവർലാപ്പ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ആ രണ്ട് സെന്റർ ബാക്കിന് ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ഒരു പാസ് വരുമോ എന്നുള്ളത് അവർ അതിൽ കുറച്ച് ബോധേഡാവുകയും സെന്ററിൽ ബ്രൂണോ ഫെർണാണ്ടസിനെ മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ അവർ അദ്ദേഹത്തെ പോയി പ്രസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് പോകാനുള്ളൊരു ആ ഒരു സാഹചര്യം അവിടെ ഇല്ലാതെ വരികയും ചെയ്യുന്നുണ്ട്. ആൻഡ് വീണ്ടും സ്ട്രൈക്കറാണ് അത് കൺവേർട്ട് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു വിങ്ങറിന്റെ റണ്ണ് അവിടെ എടുത്തു പറയുന്നതാണ്. ആൻഡ് ഈ കൗണ്ടർ അറ്റാക്സിലെല്ലാം എടുത്തു പറയേണ്ട ഒരു മെയിൻ പേരെന്ന് പറയുന്നത് ബ്രൂണോ ഫെർണാണ്ടസിൻ്റെതാണ്. അദ്ദേഹം വളരെയധികം ഇൻവോൾവ് ആയിട്ടാണ് ഈ കൗണ്ടർ ഓർഗനൈസ് ചെയ്തത്. യുണൈറ്റഡിന്റെ ഒട്ടുമിക്ക എല്ലാ കൗണ്ടറും ഈവൻ ആ ഗോൾ വന്ന സിറ്റുവേഷൻ ആണെങ്കിലും ഇനി അല്ലാത്ത സിറ്റുവേഷനിൽ ആ ഒരു സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ വിങ്ങറിനെ കണ്ടെത്തുന്ന ഒരു ലോങ് ബോൾ വെച്ച് കൊടുക്കുന്നത് ബ്രൂണോ ആണ്. മറ്റൊരു സിറ്റുവേഷനിൽ വിങ്ങർ ഓവർലാപ്പ് ചെയ്യുമ്പോൾ വൈഡിലേക്ക് വന്ന് വിങ്ങർ ഒരു ഓപ്ഷൻ കൊടുത്ത് വീണ്ടും ഒരു ലോങ് ബോൾ ബോക്സിനകത്തേക്ക് കളിക്കുന്നുണ്ട്. അങ്ങനെ പല സമയത്തും കൗണ്ടറിലൊരു മെയിൻ കീ ആയിട്ട് അല്ലെങ്കിൽ ഈ എപ്പോഴൊക്കെ യുണൈറ്റഡ് കൗണ്ടർ ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ ബ്രൂണോയുടെ ഒരു ടച്ചോ ഒരു പാസോ ഒരു ലോങ് ബോളോ ആ ഒരു കൗണ്ടറിനെ എഫക്റ്റീവ് ആക്കി മാറ്റുന്നത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. സോ ട്രാൻസിഷൻ കൃത്യമായ രീതിയിൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തതാണ് യുണൈറ്റഡിന് ആ ഒരു മാച്ചിൽ സിറ്റിയേക്കാൾ കൂടുതൽ ഒരു അഡ്വാൻറ്റേജ്. ഈവൻ പൊസിഷൻ കുറവാണെങ്കിൽ പോലും കിട്ടുന്ന സിറ്റുവേഷൻ മുന്നോട്ട് കയറി വന്ന് ഒരു 2 ഗോളിൻ്റെ ഒരു നല്ലൊരു ലീഡ് തന്നെ കരസ്ഥമാക്കി മത്സരം വിജയിക്കാൻ അവരെ ഹെൽപ്പ് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. സോ എന്തായാലും പുതിയ കോച്ചിന് അണ്ടറിൽ യുണൈറ്റഡിൻ്റെ ഒരു നല്ല തുടക്കമാണ് കിട്ടിയിട്ടുള്ളത്. അതും മാഞ്ചസ്റ്റർ ഡെർബിയിൽ തന്നെ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ടാക്ടിക്സ് ഈ ഒരു മാച്ചിൽ വർക്കായിട്ടുണ്ട്. ഇനി വരുന്ന മാച്ചുകളിൽ അവർ ഏത് രീതിയിലായിരിക്കും ഇറങ്ങുക അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും അവർ ഗെയിം സ്റ്റൈൽ ഡിസൈൻ ചെയ്യുക എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. എന്തായാലും ഈ ഒരു മാച്ച് നിങ്ങൾ കണ്ടതാണെങ്കിൽ ഇതല്ലാതെ നിങ്ങൾ നോട്ടീസ് ചെയ്ത കാര്യങ്ങളോ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്സോ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് എന്തായാലും മറ്റൊരു കാണാം. ബൈ.